സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസ് സെന്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിപുലീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചുങ്കത്തറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് സെന്ററിൽ 4ാം ഷിഫ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മെഷീൻ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെ കുറിച്ചെല്ലാം സൂചിപ്പിച്ചു. 301 പേർക്കാണ് ഡയാലിസിസ് നടത്തുന്നത്. ഇപ്പോൾ പുതിയ മെഷീൻ കൂടി വയ്ക്കുന്നതോടുകൂടി 41 പേർക്ക് കൂടി സൗകര്യം ലഭിക്കുകയാണ്. അഡീഷണൽ ഷിഫ്റ്റ് 4ാമത്തെ ഷിഫ്റ്റ് തുടങ്ങുന്നതോടുകൂടി ചെയ്യാണ്. 4 ഷിഫ്റ്റ് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരു വലിയ അപൂർവമായി നടക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കും. കാരണം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനും ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മളെ കാണാൻ വരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ രോഗികളായിട്ടുള്ള ആളുകളാണ്. അതിൽ ഒരുപാട് പേര് ഡയാലിസിസ് പേഷ്യൻസ് ആണ്. എൻ്റെ താലൂക്ക് ആശുപത്രിയിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങിയത്. പക്ഷെ അവിടെ ഒന്നും മതിയാവുന്നില്ല. അപ്പോൾ എങ്ങനെ പറഞ്ഞല്ലോ, ഇനി 200 മെഷീൻ വെച്ചാലും ഇവിടെ മതിയാവില്ല എന്ന് പറഞ്ഞതുപോലെ ഈ കിഡ്നി സംബന്ധമായ രോഗം വ്യാപകമായി കൂടുകയാണ്. ചുങ്കത്തറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം സംസ്ഥാനത്ത് തന്നെ മാതൃകയാണെന്നും പി.വി. അൻവർ എം.എൽ.എയുടെ അഭ്യർത്ഥന മാനിച്ച് 2 ഡയാലിസിസ് മെഷീൻ ഒരു മാസത്തിനുള്ളിൽ എത്തിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പി.വി. അൻവർ എം.എൽ.എ അധ്യക്ഷനായിരുന്നു. വികസന വിഷയത്തിൽ രാഷ്ട്രീയ ഭിന്നത വേണ്ടെന്നും ചുങ്കത്തറ ഡയാലിസിസ് സെന്ററിന് പരമാവധി ഫണ്ട് നൽകാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും എം.എൽ.എ പറഞ്ഞു. കിഡ്നി രോഗികൾ വർദ്ധിക്കുകയാണ്. ഇവിടെ 200 ഡയാലിസിസ് സ്റ്റേഷൻ സ്ഥാപിച്ചാലും മതിയാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചുങ്കത്തറ ഡയാലിസിസ് സെന്ററിന് എല്ലാ സഹായം ചെയ്തിട്ടുണ്ടെന്നും OICC തുടങ്ങിയ കോൺഗ്രസ് സംഘടനകളോട് ഡയാലിസിസ് മെഷീൻ എത്തിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോട് പി.വി. അൻവർ എം.എൽ.എ ആവശ്യപ്പെട്ടു. ജനകീയ പങ്കാളിത്തത്തോടെ 2017 ആരംഭിച്ച ചുങ്കത്തറ ഡയാലിസിസ് സെന്ററിൽ നിലവിൽ 3 ഷിഫ്റ്റുകളിലായിട്ടാണ് ഡയാലിസിസ് നടന്നുവരുന്നത്. എന്നാൽ ബ്ലോക്കിന് കീഴിൽ കുട്ടികൾ ഉൾപ്പെടെ 35 രോഗികൾ ഡയാലിസിസിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന അവസ്ഥയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഡയാലിസിസ് സെന്റർ 4ാമത്തെ ഷിഫ്റ്റ് സ്ഥാപിച്ചത്. ഇതിനായി ഡയാലിസിസ് സപ്പോർട്ടിൽ കമ്മിറ്റിയായ മരുപ്പച്ചയുടെ നേതൃത്വത്തിൽ ബ്ലോക്കിന് കീഴിലെ 6 ഗ്രാമപഞ്ചായത്തുകളിലെ 105 വാർഡുകളെന്നായി 82,69,883 രൂപ പ്രവർത്തന ഫണ്ടിലേക്ക് സമാഹരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി. പുഷ്പവല്ലി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, സ്ഥിരസമിതി അധ്യക്ഷ എൻ.എ. കരീം, അംഗം ഷൊറോണ റോയ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ റഷീദ് വാളപ്ര, സജന അബ്ദുറഹ്മാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C.K. സുരേഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഹാബുദ്ദീൻ, സപ്പോർട്ടിംഗ് കമ്മിറ്റി ബ്ലോക്ക് കോർഡിനേറ്റർ റഹ്മത്തുള്ള മൈലാടി എന്നിവരും സംസാരിച്ചു. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ? എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മിക്സി, ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്, ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.